വെൽക്കം ഓൾ ടു ദിസ് വീഡിയോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലത്തെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസിനെ കുറിച്ചാണ്. ഫോർമാറ്റഡ് ഔട്ട്പുട്ട് എന്നാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഹെഡിങ്. ഇൻ ദിസ് കോൺസെപ്റ്റ് വി ആർ മെയിൻലി ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഫങ്ഷൻ printf. അതായത് ഇതിന് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ഫോർമാറ്റഡ് ഇൻപുട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അതിൽ യൂസറിൽ നിന്നും ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഫങ്ഷൻ ആയിട്ടുള്ള സ്കാൻഎഫ് എന്നതിനെക്കുറിച്ചും ഈ സ്കാൻഎഫ് എന്ന് പറയുന്ന ഫങ്ഷൻ വെച്ചിട്ട് ഹൗ വി ക്യാൻ എൻറ്റർ ആൻ ഇൻപുട്ട് which can be an integer number or a floating point number, which can be a string or a character. എങ്ങനെ പല ടൈപ്പ് ഇൻപുട്ടുകൾ സ്കാൻഎഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ച് സിസ്റ്റത്തിലോട്ട് ഇൻപുട്ട് ചെയ്ത് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് printf എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ പല ഫോർമാറ്റിലുള്ള ഡേറ്റാസ് യൂസറിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും, അതായത് ആ ഒരു ഡാറ്റ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഫോർമാറ്റഡ് ഔട്ട്പുട്ടിന് വേണ്ടി മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ printf എന്ന് പറയുന്നതാണ്. printf എന്ന് പറയുന്നതാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ. ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് printf സ്കാൻഎഫിൽ പറഞ്ഞ സെയിം രീതിയിൽ തന്നെയാണ്. ഡബിൾ കോട്ട്സിൽ കൺട്രോൾ സ്ട്രിങ്സ്, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക. Then we will have a set of arguments, argument 1, argument 2, etc. argument n. ഇതാണ് printf എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സിൻടാക്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇതിൽ കൺട്രോൾ സ്ട്രിങ് എന്ന് പറയുന്നത് ഡബിൾ കോട്ട്സിലാണ് നമ്മൾ കൊടുക്കുക. കൺട്രോൾ സ്ട്രിങ് എന്ന് പറയുന്നത് 3 ടൈപ്പ് കാര്യങ്ങൾ ഈ കൺട്രോൾ സ്ട്രിങ് എന്ന് പറയുന്ന ഫീൽഡിൽ വരാൻ സാധ്യതയുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു വാർണിംഗ് മെസ്സേജോ അല്ലെങ്കിൽ ഒരു വെൽക്കം മെസ്സേജോ എന്തെങ്കിലും ഒരു കാര്യം ഒരു ടെക്സ്റ്റ് അങ്ങനെ തന്നെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിന് നമുക്ക് printfൻ്റെ ഈ ഡബിൾ കോട്ട്സ് എന്ന് പറയുന്ന ഭാഗത്ത് എഴുതി കൊടുക്കാനായിട്ട് സാധിക്കും. ലൈക്ക് ദിസ്. അതായത് printf ഡബിൾ കോട്ട്സിൽ കൺട്രോൾ സ്ട്രിങ്ങിൻ്റെ ഭാഗത്ത് എന്ത് മെസ്സേജാണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത് ആ മെസ്സേജ് മാത്രമായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നാമത്തതായിട്ട് നമ്മൾ പറയുന്നത് ദ കൺട്രോൾ സ്ട്രിങ് ക്യാൻ ബി ഓർ ഇൻക്ലൂഡ് ക്യാരക്ടേഴ്സ് ദാറ്റ് വിൽ ബി പ്രിൻറ്റഡ് ഓൺ ദ സ്ക്രീൻ ആസ് ദേ അപ്പിയർ. നമ്മൾ എന്താണോ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അത് അങ്ങനെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ സ്ട്രിങ്ങിൻ്റെ ഭാഗത്ത് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ കൺട്രോൾ സ്ട്രിങ് ക്യാൻ ബി എ സിമ്പിൾ ടെക്സ്റ്റ് അല്ലേ ആവാം. അല്ലാതെ കൺട്രോൾ സ്ട്രിങ് എന്ന് പറയുന്നതിൻ്റെ പോർഷനിൽ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഓരോ ഫോർമാറ്റിലുള്ള ഡാറ്റയ്ക്കും ഓരോ ടൈപ്പ് സ്പെസിഫയർ ഉണ്ട്, അല്ലെങ്കിൽ ഫീൽഡ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഇൻറ്റീജർ ആണെന്നുണ്ടെങ്കിൽ %d എന്ന് പറയുന്നത് ഇൻറ്റീജറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ %c ആണെന്നുണ്ടെങ്കിൽ അത് ക്യാരക്ടറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. %f ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. അങ്ങനെ ഓരോ ടൈപ്പ് ഡാറ്റയ്ക്കും ഓരോ ഡിഫറെൻറ്റ് ഫീൽഡ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ കൺട്രോൾ സ്ട്രിങ്ങിൻ്റെ ഭാഗത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡ് സ്പെസിഫിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം കൺട്രോൾ സ്ട്രിങ്ങിൻ്റെ ഭാഗത്ത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത് എസ്കേപ്പ് സീക്വൻസ് ക്യാരക്ടേഴ്സ് ആണ്. അതായത് ന്യൂ ലൈൻ ക്യാരക്ടർ ആയിട്ടുള്ള /n അല്ലെങ്കിൽ /t അല്ലെങ്കിൽ ബാക്ക് സ്പേസ് ആയിട്ടുള്ള /b ഇതെല്ലാം നമുക്ക് കൺട്രോൾ സ്ട്രിങ്ങിൻ്റെ ഭാഗത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ കൺട്രോൾ സ്ട്രിങ് കൺസിസ്റ്റ് ഓഫ് the characters that will be printed on the screen as they appear. നമ്മൾ ഫസ്റ്റ് എക്സാമ്പിളിൽ കാണിച്ച പോലെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ആവാം. ഓർ the control string can be field specifications. ഈ ഒരു ഫീൽഡിലത്തെ കാര്യമാണല്ലോ ഞാൻ പറയുന്നത്. കൺട്രോൾ സ്ട്രിങ് ക്യാൻ ബി ഫീൽഡ് സ്പെസിഫിക്കേഷൻ ഓർ ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് സീക്വൻസ് ക്യാരക്ടേഴ്സും കൊണ്ടുവരാം. ലൈക്ക് /n /t /b പോലെയുള്ള എസ്കേപ്പ് സീക്വൻസ് ക്യാരക്ടേഴ്സ് നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ആർഗ്യുമെൻറ്റ് 1, ആർഗ്യുമെൻറ്റ് 2, ആർഗ്യുമെൻറ്റ് n എന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റ്സ് ആണ്. അതായത് ഏതെങ്കിലും ഇപ്പോൾ എനിക്ക് a എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ a എന്ന് പറയുന്ന വേരിയബിളാണ് ഞാനിവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത്.
അപ്പോൾ ഏത് വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയാണോ എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ആ വേരിയബിളിൻ്റെ പേരാണ് ഇവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് സപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ മറ്റേ സ്കാനഫ് പറഞ്ഞിരുന്നു ഏത് വേരിയബിളിലേക്കാണോ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത് ആ വേരിയബിളിൻ്റെ പേരിന് ഫ്രണ്ടിൽ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മളിവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുക. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഡിഫറൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഇനി പ്രിൻ്റ് വെച്ചിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. അപ്പോൾ കൺട്രോൾ സ്ട്രിങ്ങിൽ സാധാരണ രീതിയിൽ ഒന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഡയറക്റ്റ് ആയിട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ആ മെസ്സേജ് ഡബിൾ കോട്ട്സിനകത്ത് എഴുതി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇൻറ്റീജർ നമ്പറാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇൻറ്റീജർ നമ്പറിൻ്റെ ഫീൽഡ് സ്പെസിഫിക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ കൊടുക്കുക. അതിനുശേഷം ഏത് വേരിയബിളിലത്തെ ഡാറ്റയാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ വേരിയബിളിൻ്റെ പേര് കൊടുക്കുക. അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എസ്കേപ്പ് സീക്വൻസുകളും കൊടുക്കാനായിട്ട് സാധിക്കും. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം, അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഞാൻ ഈ പറഞ്ഞ 3 ടൈപ്പിൻ്റെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് വൺ വെൽക്കം. ഇതിൽ കണ്ടോ, കൺട്രോൾ സ്ട്രിങ്ങിൻ്റെ ഭാഗത്ത് ഞാൻ വെൽക്കം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ്, ഒരു വേർഡ് മാത്രമേ എഴുതി കാണിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു സ്ക്രീനിൽ വെൽക്കം എന്ന് പറയുന്ന ഒരു സിംഗിൾ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യാം നമുക്ക്. printf/n ഇതൊരു ന്യൂ ലൈൻ ക്യാരക്ടറാണ്. അതായത് ഈ ന്യൂ ലൈൻ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ കേഴ്സർ ഡിസ്പ്ലേ ചെയ്യുന്ന സ്ക്രീനിൽ, യൂസറിന് കാണുന്ന സ്ക്രീനിൽ കേഴ്സർ ഇപ്പം എവിടെയാണോ നിൽക്കുന്നത് അതിന് തൊട്ട് താഴെയുള്ള വരിയിൽ ഫസ്റ്റ് പൊസിഷനിൽ അത് മൂവ് ചെയ്ത് നിൽക്കും. ലൈക്ക് വി എൻ്റർ ആൻഡ് എൻ്റർ കീ അല്ലെ, നമ്മളൊരു എൻ്റർ കീ പ്രസ് ചെയ്യുന്നത് പോലെ തൊട്ട് താഴെയുള്ള വരിയിൽ ലെഫ്റ്റ് സൈഡിൽ കേഴ്സർ വന്ന് നിൽക്കും. അതാണ് ന്യൂ ലൈൻ ക്യാരക്ടർ. അപ്പോൾ ഈ ന്യൂ ലൈൻ ക്യാരക്ടർ വേണമെങ്കിൽ അല്ലെങ്കിൽ എസ്കേപ്പ് ക്യാരക്ടർ വേണമെങ്കിൽ ഡബിൾ കോട്ട്സിനകത്ത് നമുക്ക് എഴുതി കൊടുക്കാം കൺട്രോൾ സ്ട്രിങ്ങിൻ്റെ ഭാഗത്ത്. ഇനി printf ഡബിൾ കോട്ട്സിനകത്ത് ഇങ്ങനെ ഞാനൊരു കാര്യം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ്, അതായത് ഈ %d എന്ന് പറയുന്നതാണ് ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ. ഇത് മീൻ ചെയ്യുന്നത് ഒരു ഇൻറ്റീജർ എന്ന് പറയുന്ന ഡാറ്റേനെയാണ്. അപ്പോൾ ഇതിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ വിച്ച് വിൽ ബി ആൻ ഇൻറ്റീജർ, എ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റേനെ ഡിസ്പ്ലേ ചെയ്യുന്നു. അതാണ് ഈ ഒരു printf എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിൽ സംഭവിക്കുക. അപ്പോൾ ഇത് ഒരു ഇൻറ്റീജർ ടൈപ്പ് ഡാറ്റ ആയിട്ടാണ് പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ സ്ട്രിങ്ങിൻ്റെ അവിടെ ഫോർമാറ്റ് സ്പെസിഫിക്കേഷനായിട്ട് %d നമ്മൾ കൊടുത്തത്. ഇനി അതല്ല ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് കൊടുത്താൽ മതി, ഇവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിൻ്റെ ഫീൽഡ് സ്പെസിഫിക്കേഷൻ കൊടുത്താൽ മതി. ഇതാ ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രീതി, ഒന്നിലധികം ഡാറ്റാസ് നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിക്കാം. printf a equal to %f/n, b equal to %f, a, b. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വിൽ ബി ലൈക്ക് ദിസ്. ഇപ്പോൾ എ എന്ന് പറയുന്ന വേരിയബിളിൽ എ എന്ന് പറയുന്നതിൽ 2.3 എന്ന് പറയുന്ന വാല്യൂം ബി എന്ന് പറയുന്നതിൽ 5.6 എന്ന് പറയുന്ന 2 വാല്യൂമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ഈക്വൽ ടു 2.3, നെക്സ്റ്റ് ലൈനിൽ ബി ഈക്വൽ ടു 5.6. എങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അതായത് ഈ ഡബിൾ കോട്ട്സിനകത്ത് എന്താണോ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അതിവിടെ കാണിക്കും. എ ഈക്വൽ ടു, അപ്പോൾ എ ഈക്വൽ ടു %f എന്ന് പറയുമ്പോൾ തന്നെ കമ്പൈലറിന് മനസ്സിലാവും ഇവിടെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ എ ഈക്വൽ ടു, എ എന്ന് പറയുന്ന ആദ്യത്തെ ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ അത് 2.3 ആണ്. അപ്പോൾ എ ഈക്വൽ ടു ഇവിടെ എന്ത് വരും, 2.3 എന്ന് പറയുന്ന വാല്യൂ വരും. ദെൻ ഒരു ന്യൂ ലൈൻ ക്യാരക്ടറാണ്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ കഴ്സർ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലൈനിൻ്റെ ബിഗിനിങ്ങിലേക്ക്, അതായത് അടുത്ത ലൈനിലായിരിക്കും പിന്നീട് അടുത്തുള്ള ഡാറ്റ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അപ്പോൾ എന്താണ്, ബി ഈക്വൽ ടു, അത് അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്തു
പെർസെൻറ്റേജ് എഫ്. അപ്പോൾ അടുത്ത ആർഗ്യുമെൻറ്റ് നോക്കിയപ്പോൾ അതിൻ്റെ വാല്യൂ ബി ആണ്. ബി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 5.6 ആണ്. ഈ 5.6 ആയിരിക്കും ബി ഈക്വൽ ടു എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യിപ്പിച്ച് വരും. അപ്പോൾ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. എന്താണോ കൺട്രോൾ സ്ട്രിങ്ങിൽ കൊടുത്തിരിക്കുന്നത് ആ കൺട്രോൾ സ്ട്രിങ്ങിൽ ഇപ്പോൾ ഒരു ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഫോർമാറ്റ് സ്പെസിഫിക്കേഷൻ്റെ സ്ഥലത്ത് ആർഗ്യുമെൻസിൻ്റെ വാല്യൂ വെച്ച് സപ്ലൈ ചെയ്യലാണ് അവിടെ സംഭവിക്കുക. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. printf ഡബിൾ കോട്ട്സിൽ printf ഡബിൾ കോട്ട്സിൽ sum equal to percentage d, 1 2 3 4. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? സം ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി. അപ്പോൾ ഈ ഒരു ഭാഗം കൺട്രോൾ സ്ട്രിങ് ആണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഔട്ട്പുട്ടായിട്ട് വരിക സം ഈക്വൽ ടു, ഇവിടെ എന്താണോ ഫീൽഡ് സ്പെസിഫിക്കേഷൻ അത് ഫസ്റ്റ് ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യും. 1 2 3 4 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ടായിട്ട് വരിക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ ഒരു printf എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്.